ക്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു കേരളം ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള കണിയാപുരം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ പഴയ പ്രാചീന കാലത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു മുഖപ്പാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പേട്ടയൊക്കെ പണ്ടിങ്ങനെയായിരുന്നു. അതുപോലെയുള്ള എനിക്കൊന്ന് ഇതൊന്നും ഇടിച്ച് നിരത്തി പുതിയ കെട്ടറൊന്നും വയ്ക്കാനായിട്ട് കഴിച്ചിട്ടില്ല. പക്ഷെ എന്തായാലും ആ ഒരു പ്രാചീനത തോന്നിപ്പിക്കുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറും ഒക്കെയാണ്. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കേരളം ശ്രദ്ധയോടെ കാണുന്ന ഒരു മണ്ഡലം ആവുന്നതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ദേവസ്വം മന്ത്രി ആയിരുന്ന, ഇപ്പോഴല്ല കഴിഞ്ഞ തവണ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം CPM-ന് വേണ്ടി, കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ BJP-ക്ക് വേണ്ടി മത്സരിക്കുന്ന മണ്ഡലം. ഈ 2 പേർ തമ്മിൽ നടക്കുന്ന മത്സരം ഇപ്പോൾ വളരെയധികം ശ്രദ്ധയിൽ വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ 2 തവണ തുടർച്ചയായി ജയിച്ച ആളാണ്. മുമ്പ് ഒരിക്കൽ ജയിച്ചിട്ടുണ്ട്, പിന്നെ തോറ്റിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം 3ാമത് ജനവിധി തേടുകയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും ഒക്കെ തന്നെ V. മുരളീധരനെ തന്നെയാണ് തോൽപ്പിച്ചത് ഇവിടെ. പക്ഷെ ഇത്തവണ കേരളത്തിൽ 3-4 സീറ്റ് BJP-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നായിട്ട് പരിഗണിക്കപ്പെടുന്ന, ഒരുപക്ഷെ തിരുവനന്തപുരത്തെ 2ാമത്തെ മണ്ഡലം, നിയമം കഴിഞ്ഞാൽ 2ാമത്തെ മണ്ഡലം BJP ഭരിക്കും അല്ലെങ്കിൽ അവർ നേടുമെന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരം തീപാറുന്ന ഒന്നാണ്. അതിൽ കിട്ടക്കിട്ട തന്നെയാണ് മത്സരം. ചില സർവേകളിലൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ടൈറ്റ് ഫൈറ്റായി നടക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് കഴക്കൂട്ടത്തെ കണ്ടിരിക്കുന്നത്. വിധി ആർക്കെന്ന് പറയാൻ പറ്റാത്ത തരത്തിൽ, ഒരു നാരോ എഡ്ജ് പോലും ആർക്കും ഇല്ലാത്ത തരത്തിൽ അത്രയും പുഷ്പമായി നടക്കുന്ന ഒരു മത്സരമാണ്. ഇവിടെ ഈ കഴക്കൂട്ടത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഈ AK ആന്റണി മുഖ്യമന്ത്രിയാവുന്ന, വളരെ ചെറിയ പ്രായത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയാവുന്ന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പം അദ്ദേഹം MLA ആയിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ, ഇവിടെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം MLA ആവുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ അഡ്വക്കേറ്റ് പിരപ്പങ്കോട് ശ്രീധരൻ നായർ എന്ന് പറയുന്ന പ്രസിദ്ധനായ CPM-ന്റെ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു മത്സരിച്ചു. പക്ഷെ ആന്റണി സുഖമായി ജയിച്ചു കയറി കേരളം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമായി അത് മാറി. പിന്നീട് വടക്കൻ കേരളത്തിൽ നിന്നും വന്ന MV രാഘവൻ ഇവിടെ ഒരിക്കൽ മത്സരിച്ച് ജയിക്കുകയുണ്ടായി. MV രാഘവന്റെ മത്സരവും അന്നും കേരളം ഒട്ടുക്ക് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ കഴക്കൂട്ടം പലതുകൊണ്ടും കേരളം ഒട്ടുക്കും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന മണ്ഡലമാണ്. ഇന്നും അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ പേരിൽ ഇതിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കണിയാപുരം എന്ന് പറയുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ പെടുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നല്ല മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമുണ്ട്. BJP-യെ തോൽപ്പിക്കാനായിട്ട് അവർ ഈ നേരത്തെ ഉണ്ടായിരുന്ന കാടിളക്കങ്ങളും കോളിളക്കങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു മത്സരത്തിന്റെ സ്വഭാവം ഇവിടെ ഉണ്ടാവും. അതാ എങ്ങനെയാണ് സാധ്യത, എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? തീർച്ചയായും BJP-യെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ അവർക്ക് രാഷ്ട്രീയമായ വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊന്ന് തിരുത്തി കിട്ടാൻ വല്ലാതെ അവർ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഈ മണ്ഡലത്തിൽ നിന്നാണ്. അതിനെ പറ്റിയ അവർ കാണുന്ന ഒരു എതിരാളി എന്ന് പറയുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. ഈ മണ്ഡലം മൊത്തത്തിൽ ഏകപക്ഷീയമായ ഇടതുപക്ഷ സ്വഭാവമുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം ശ്രീ MA വഹീദ് കോൺഗ്രസിനെ തന്നെ വെല്ലുവിളിച്ച് സ്വതന്ത്രനായി മത്സരിച്ചു പോലും ഇവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇടതുപക്ഷ അനുകൂല മണ്ഡലമാണെന്ന് മൊത്തം പറയാൻ കഴിയത്തില്ലെങ്കിൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫോർമാറ്റ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫോർമാറ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ, ശബരിമലയെ പോലുള്ള വിഷയങ്ങൾ ഇവിടെ വന്നപ്പോഴും അദ്ദേഹവും ഈ പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മത്സരമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ അദ്ദേഹം ശബരിമലയുടെ പറഞ്ഞപ്പോഴാണ്, ശബരിമലയുടെ സ്വർണം കെട്ടത് ആരപ്പ, സഹകരണ അയ്യപ്പ എന്നുള്ള പാട്ട് പാരഡി ഗാനമൊക്കെ ഹിറ്റായ കളിക്കുന്ന സമയത്താണ് ഈ അന്നത്തെ പോറ്റിയുടെ വീട്ടിലേക്ക് അന്ന് ഈ മന്ത്രി പോയിരുന്നു. കടകംപള്ളി മന്ത്രിയായിരിക്കും അവിടെ പോയിരുന്നത്. പക്ഷെ അദ്ദേഹം അതിന് അങ്ങനെയല്ല, ഞാൻ യാദൃശ്യമായിട്ട് പോയതാണെന്ന് പറയെങ്കിലും പക്ഷെ അതല്ലെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോ ഒക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു. പക്ഷെ ഒരു വിവാദം ഉണ്ടായി. എന്നാലും കടകംപള്ളിക്ക് ആ സീറ്റ് കിട്ടി അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹം അത് വളരെ കോൺഫിഡന്റ് ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ശബരിമല വിഷയം ഏറ്റവും ശക്തമായി BJP എവിടെയെങ്കിലും ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിൽ അത് ഈ മണ്ഡലത്തിലാണ്. കാരണമുണ്ട്. കാരണം ശബരിമലയുടെ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്ന കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. മാത്രമല്ല
ഈ റാന്നി പോലുള്ള ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി പോലുള്ള മണ്ഡലങ്ങളിൽ പോലും ശബരിമല വിഷയം ഇപ്പം അത് ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെയാണ്. അതൊക്കെ പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഒരു ഘട്ടത്തില്ല അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു തോന്നലുണ്ടാകുകയും എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു സാധ്യത കുറയുകയും ചെയ്തപ്പം കടകംപള്ളി സുരേന്ദ്രൻ പറയുന്ന ചില കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ ഇവിടുത്തെ ആളുകൾ വിമുഖരല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു കാര്യം, CPM-നകത്ത് തന്നെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ച് വിജയം ഉണ്ടാകുകയും എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന് തിരിച്ചടി നേടുകയും ചെയ്യുന്നത് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തിപരമായി പാർട്ടിക്ക് അതീതമായി ഇവിടെ ഒരു സ്വാധീനമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവുകൂടിയായി നമുക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശബരിമല വിഷയം ഒരു ഗൗരവതരമായ ചർച്ചാ വിഷയമാക്കുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനും മുരളീധരനും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാകണമെങ്കിൽ സ്വാഭാവികമായി ന്യൂനപക്ഷ വിഭാഗം ഈ പ്രശ്നത്തെ ഗൗരവതരമായി ശ്രീ മുരളീധരനെ എതിരായി കാണേണ്ടതുണ്ട്. മുരളീധരൻ അത്ര ചെറിയ ആളല്ല. കാരണം മുരളീധരൻ കേന്ദ്രമന്ത്രിയെ മുരളീധരൻ ഇവിടെ നിയമസഭയിലും മത്സരിച്ചിട്ടുണ്ട്, രണ്ടാമത് വന്നിട്ടുണ്ട്, ആവർത്തിച്ച് മത്സരിച്ചു. പാർലമെന്റിൽ കഴിഞ്ഞ 2024 പാർലമെന്റിൽ അദ്ദേഹം തെരയങ്കഴി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ വളരെ ഒന്നാം സ്ഥാനത്ത് വന്നു. അതെ 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 അവിടെ ഒന്നാമത് എന്ന് മാത്രമല്ല, മുരളീധരൻ മലബാറുകാരനാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നാട്ടുകാരനെ പിണറായിക്കാരനാണ്. ഇവിടെ സ്ഥായിയായി നിന്നുകൊണ്ട് ഈ നാട്ടുകാരൻ എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതൊക്കെ ഒരു വശത്ത് പറയുമ്പോഴും ഇനി കേരളത്തിൽ ഒരുപക്ഷെ നിയമത്തിനേക്കാൾ കഴക്കൂട്ടം അവർക്ക് പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഇവിടുത്തെ ജനവിഭാഗം സെക്കുലർ പാരമ്പര്യത്തെ നിലനിർത്താൻ അവർ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കും എന്നൊരു തോന്നൽ എനിക്ക് വ്യക്തിപരമായിരുന്നു. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഒരു ശ്രദ്ധേയമായ മണ്ഡലം എന്നുള്ള നിലയിൽ നമ്മുടെ ഇവിടുത്തെ വിശകലനം, കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് വിശകലനം നടത്തേണ്ട കാര്യമുണ്ട്. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.